നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും വീണ ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയലപ്പാറ പെരുമ്പടത്തെ വീട്ടിൽ 42 വയസ്സുള്ള രമേശാണ് മരിച്ചത്. പരിയാരം കൊമ്പൻപാറ തടയണയുടെ മുകളിലൂടെ സഞ്ചരിച്ച സ്കൂട്ടർ യാത്രക്കാരൻ പുഴയിലേക്ക് വീണ് ഒഴുക്കിൽ അകപ്പെട്ട് മുങ്ങി മരിച്ചു. പുളിയിലപ്പാറ പെരുമ്പടത്തിൽ ശനിയാഴ്ച രാത്രിയാണ് അപകടം. സ്വകാര്യ ബസ് കണ്ടക്ടറായ രമേശ് രാത്രി ബസ് ട്രിപ്പ് അവസാനിപ്പിച്ച് സ്കൂട്ടറിൽ കൊമ്പൻപാറ തടയണയുടെ മുകളിലൂടെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം നടന്നത്. സംഭവം കണ്ട ഒരാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടുകിട്ടിയില്ല. ഇന്നലെ രാവിലെ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കെ വെട്ടുകടവ് പാലത്തിന് സമീപം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അതിരപ്പള്ളി പഞ്ചായത്ത് മെമ്പർ ആഷ്ലി ഭാര്യയാണ്. ചാലക്കുടിയിൽ ഇഡ്ഡലിത്തട്ടിൽ വിരൽ കുടുങ്ങിയ കുഞ്ഞിന് രക്ഷകരായി ഫയർഫോഴ്സ്. ചാലക്കുടി സ്വദേശികളായ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ വിരലാണ് ഇഡലിത്തട്ടിൽ കുടുങ്ങിയത്. 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് കുഞ്ഞിന്റെ വിരൽ പരിക്ക് കൂടാതെ പുറത്തെടുത്തത്. കാട്ടുകൊമ്പൻ കബാലിയെ വാഹനമിടിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വനം വകുപ്പ്. കാട്ടാന കബാലിയെ വാഹനമിടിപ്പിച്ച് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ നടപടിയെടുക്കാൻ വനം വകുപ്പ്. റോഡിനു കുറുകെ നിന്ന ആനയെ പ്രകോപിച്ചവർ സഞ്ചരിച്ച വാഹനം തിരിച്ചറിഞ്ഞു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ് കബാലിയുടെ അടുത്തെത്തിച്ച് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഹോൺ മുഴക്കിയും വാഹനം മുന്നോട്ടെടുത്തുമായിരുന്നു മതപ്പാടുള്ള കാട്ടാന കബാലിയെ പ്രകോപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുള്ളപ്പോൾ ആയിരുന്നു തമിഴ്നാട് സ്വദേശികളുടെ ഈ പ്രവൃത്തി. ഇക്കാര്യങ്ങളും അന്വേഷിക്കാൻ നിർദ്ദേശങ്ങൾ നൽകി. ഇന്നലെയാണ് മതപ്പാടിലുള്ള ഒറ്റയാൻ കബാലി അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയത്ത് 15 മണിക്കൂറിലധികം നിലയുറപ്പിച്ചത്. ഇതേ തുടർന്ന് വാഴച്ചാൽ മലക്കപ്പാറ റോഡിൽ പൂർണ്ണമായും ഗതാഗതം നിലച്ചിരുന്നു. ഇടയ്ക്ക് അല്പനേരം മാറിയെങ്കിലും വീണ്ടും ആന റോഡിന് നടുവിലേക്ക് വന്നതോടെ ഒരു രാത്രി മുഴുവൻ നിരവധി വാഹനങ്ങൾ ഉൾക്കാട്ടിൽ കുടുങ്ങി. നേരം പുലർന്ന 7:30യോടെ ആന റോഡിനോട് ചേർന്ന് ഇല്ലിക്കാട്ടിലേക്ക് കയറിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദേശീയപാത പുതുക്കാട് സെന്ററിൽ വഴിയാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞ ബൈക്ക് യാത്രക്കാരൻ പിടിയിൽ. ശനിയാഴ്ച രാവിലെ 8-നായിരുന്നു അപകടം. സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് പരിക്കേറ്റ മുപ്ലിയം സ്വദേശി പാണഞ്ചേരി വീട്ടിൽ 68 വയസ്സുള്ള സെലിൻ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്ക് പരിക്കേറ്റ സെലിനെ ഇപ്പോഴും ഐസിയുവിൽ നിന്ന് മാറ്റിയിട്ടില്ല. അപകടത്തിന് ശേഷം നിർത്താതെ പോയ ബൈക്ക് 2 ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് കണ്ടെത്തിയത്. മേഖലയിലെ 50ഓളം നിരീക്ഷണ ക്യാമറകളാണ് ഈ സമയം പോലീസ് പരിശോധിച്ചത്. പുതുക്കാട് സിഗ്നൽ കടന്ന ബൈക്ക് പാലിയേക്കര ടോൾ പ്ലാസ കടന്നിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് അന്വേഷണം പുതുക്കാട് സെന്റർ കേന്ദ്രീകരിച്ചാക്കി. അപകട സമയത്ത് പിറകിലുണ്ടായിരുന്ന ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നാണ് ബൈക്കിന്റെ നമ്പർ ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പുതുക്കാട് സിഗ്നലിന് ശേഷം കേളിപ്പാടം ഭാഗത്തേക്ക് തിരിഞ്ഞ സ്പ്ലെൻഡർ ബൈക്കാണ് അപകടമുണ്ടാക്കിയതെന്ന് മനസ്സിലായി. ഉടമയെ കണ്ടെത്തിയ പോലീസ് താമസിക്കാതെ വീട്ടിലെത്തി ഇമ്മാനുവലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഇമ്മാനുവൽ അവധിക്കെത്തി പുതുക്കാട് കോഫി ഷോപ്പിൽ താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. പുതുക്കാട് SHO ആദം ഖാൻ, SI N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൻ MDMA ശേഖരവുമായി യുവാവ് അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുട മാള സ്വദേശി നൌഫൽ നൌഷാദാണ് അറസ്റ്റിലായത്. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘവും PC പോലീസും ചേർന്നാണ് മുടിക്കോട് നിന്നും പ്രതിയെ പിടികൂടിയത്. 315 ഗ്രാം MDMA പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ബാംഗ്ലൂരിൽ നിന്ന് സ്വകാര്യ ബസ്സിൽ തൃശൂരിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരിമരുന്നാണ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തത്. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ നൌഫലിനെ ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് പോലീസ് സംഘം പിടികൂടിയത്. ചാലക്കുടി പുഴയോരത്തെ പഞ്ചാര മണൽപ്പരപ്പിൽ ലയണൽ മെസ്സി ഇറങ്ങുന്നു. ചായവും ബ്രഷുമില്ലാതെ മണലിൽ വരച്ച ജേഴ്സി ചിത്രത്തിൽ മെസ്സിയുടെ കരുതിന്റെയും കഴിവിന്റെയും അടയാളങ്ങൾ വിരിഞ്ഞു.
ISV ഫുട്ബോൾ അക്കാദമിയിലെ വനിതാ ഫുട്ബോൾ താരങ്ങളാണ് 2 മണിക്കൂറിന്റെ പരിശ്രമത്തിലൂടെ 350 ചതുരശ്ര അടി വലുപ്പത്തിൽ ലയണൽ മെസ്സിയുടെ ചിത്രമൊരുക്കിയത്. വിവിധ നിറങ്ങളിലുള്ള 500 ജേഴ്സികൾ നിരത്തിവച്ചായിരുന്നു ചിത്രരചന. ജേഴ്സികളെല്ലാം താരങ്ങൾ മുൻപേ ഉപയോഗിച്ച് വീടുകളിലെ അലമാരകളിൽ മടക്കി സൂക്ഷിച്ചവ. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളായ ലിജോ, ഷാരോൺ എന്നിവരാണ് ചിത്രം രൂപകൽപ്പന ചെയ്തത്. ദേശീയ വനിതാ ഫുട്ബോൾ താരം സിവി സീനയും ഫുട്ബോൾ താരങ്ങളായ അഞ്ജന ജോർജ്, ജീസ് മരിയ, ഹൃദ്യ സതീശൻ എന്നിവർ ചിത്രം തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകി. 4 വർഷമായി പ്രവർത്തിക്കുന്ന ഇന്നുനീലി സ്മാരക വായനശാലയുടെ ഫുട്ബോൾ അക്കാദമി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് നടത്തുന്ന ഹെയർ ക്യാമ്പയിന്റെ ഭാഗമായി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ 2 ദിവസത്തെ പരിശീലന ക്യാമ്പിന്റെ ഭാഗമായാണ് പടുകൂറ്റൻ മെസ്സി ചിത്രം പിറന്നത്. ക്യാമ്പിൽ 90 കുട്ടികളാണ് പരിശീലനത്തിൽ ഉണ്ടായിരുന്നത്. ഫുട്ബോൾ തന്ത്രങ്ങൾ പഠിക്കാനെത്തിയവർക്ക് ചിത്രം പുതിയ അനുഭവമായി. കൊടകരയിൽ മിനി ലോറിയിൽ നിന്നും 2686 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. അങ്കമാലി അയ്യമ്പുഴ ചുള്ളി സ്വദേശി ഇറ്റിയത്ത് പറമ്പിൽ വീട്ടിൽ അഖിലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നായിരുന്നു സംഭവം. അഖിൽ കോയമ്പത്തൂർ പാളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് അനധികൃതമായി സ്പിരിറ്റ് കടത്തിയ കേസിലെ പ്രതിയാണ്. ചാലക്കുടി കോടശ്ശേരിയിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. പ്രതിഷേധവുമായി ബന്ധുക്കൾ. കുറ്റിച്ചിറ സ്വദേശി ലിൻഡോ ജോർജിനെയാണ് രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറ്റിച്ചിറയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വടിവാൾ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. കേസിലെ പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്നതിനായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയച്ച യുവാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ലിൻഡോയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നില്ലെന്നും രാത്രി ജീപ്പിൽ കയറ്റി നഗരത്തിലേക്ക് ചുറ്റിക്കറക്കുകയായിരുന്നുവെന്നും അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവിടുകയുമായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം നല്ല ഭയത്തോടെയാണ് ലിൻഡോ പെരുമാറിയിരുന്നത്. പേടിയാകുന്നുവെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. പോലീസ് തന്നെ വേട്ടയാടുകയാണെന്നും പ്രതിയെപ്പോലെയാണ് പെരുമാറുന്നതെന്നും ലിൻഡോ പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. പോലീസിന്റെ സമ്മർദ്ദം മൂലമാണ് ലിൻഡോ ജോർജ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കവേ പുതപ്പിനുള്ളിൽ കയറിയ പാമ്പ് കടിച്ച് 9 വയസ്സുകാരൻ ചികിത്സയിൽ. പടിയൂർ ജുമാ മസ്ജിദിന് പിറകിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ ഷജീറിന്റെയും ഫെജീനയുടെയും മകൻ മുഹമ്മദ് നയീമിനാണ് കടിയേറ്റത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. മുറിയിൽ നിലത്ത് വിരിച്ച് കിടക്കയിൽ അനിയത്തിക്കൊപ്പമാണ് കുട്ടി കിടന്നിരുന്നത്. സഹോദരിക്ക് കടിയേറ്റിട്ടില്ല. ഛർദിയും തളർച്ചയും വന്നതിനെ തുടർന്ന് കുട്ടിയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പാമ്പുകടിയേറ്റ വിവരം വീട്ടുകാർ അറിഞ്ഞത്. ആശുപത്രിക്കാരുടെ നിർദ്ദേശപ്രകാരം ഉടൻ കുട്ടി കിടന്നിരുന്ന കിടക്കയും പുതപ്പും പരിശോധിച്ചപ്പോൾ പുതപ്പിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തി. ഇരിങ്ങാലക്കുടയിൽ നിന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. മയക്കുമരുന്ന് കേസിലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. പ്രതികളുടെ വാഹനങ്ങളും ബാങ്ക് അക്കൌണ്ടുകളും ഉൾപ്പെടെ 24 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 2025 മെയ് മാസം കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 180 ഗ്രാം MDMA പിടിച്ചെടുത്ത കേസിലെ പ്രതിയാണ് ദീപക്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 125 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികളാണ് താരിസും ആഷ്ലിനും. പ്രതികളുടെ ലോറി, കാർ, സ്കൂട്ടർ എന്നിവയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു. ദീപക് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹാഷിഷ് ഓയിലുമായി അറസ്റ്റിലായ കേസിൽ പ്രതിയാണ്. താരിസ് ആലുവയിൽ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും ചാലക്കുടി മേൽപ്പാലത്തിൽ നിന്നും കുഴൽപ്പണക്കടത്ത് സംഘമെന്ന് തെറ്റിദ്ധരിച്ച് കാർ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച കേസുൾപ്പെടെ 16ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കാർ യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ കൂട്ടുപ്രതിയാണ് ആഷ്ലിൻ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ DCP DYSP ഉല്ലാസ് കുമാർ, പുതുക്കാട് SHO ആദം ഖാൻ, കൊടകര SHO PK ദാസ് എന്നിവരാണ് ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി.
നിങ്ങിനി തൈവളപ്പിൽ പ്രഗിലേഷ്, കണ്ണാറശ്ശേരി ശ്രാമിക്കൽ ദിവേക് എന്നിവരുടെ വീടുകളിലാണ് ടെമ്പിൾ SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ദിവേകിന്റെ വീട്ടിൽ നിന്ന് വാഹനങ്ങളുടെ RC ബുക്കും കണക്കിൽപ്പെടാത്ത പണവും മറ്റ് സുപ്രധാന രേഖകളും പോലീസ് കണ്ടെടുത്തു. പ്രഗിലേഷിന്റെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വീടിന് പുറത്ത് പോലീസ് പരിശോധന നടത്തി കാവലേർപ്പെടുത്തി. കഴിഞ്ഞ 10-നാണ് കർണംകോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണിയാണ് മരണത്തിന് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിരുന്നു. 6 ലക്ഷം രൂപ പലിശക്കെടുത്ത് 40 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരികയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്ന് കാണിച്ച് സഹോദരൻ ഹക്കീം ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ടെമ്പിൾ പോലീസ് പരാതിയെ തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രഗിലേഷിനെ 1-ാം പ്രതിയാക്കിയും ദിവേകിനെ 2-ാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. പ്രതികൾക്കെതിരെ കുബേര ആക്ട് കൂടി ചേർക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. കൃഷ്ണ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. തിടംപീറ്റിയ ആനയുടെ പറ്റാനയായി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുകയായിരുന്നു ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന ആന. കൊമ്പൻ വിരണ്ടതോടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭക്തരോട് പുറത്തുപോകാൻ മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകി. അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്നതിന് മുൻപ് പാപ്പാന്മാർ കൊമ്പനെ വരുതിയിലാക്കി. തുടർന്ന് 11 മണിയോടെ കൊമ്പനെ പടിഞ്ഞാറേ ഗോപുരവാതിൽ വഴി പുറത്തേക്കെത്തിച്ചു. പിന്നീട് കിഴക്കേ നടയിലെ പൂതേരിപ്പറമ്പിൽ തളച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.